കർത്താവിൽ പ്രിയരെ, എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ വായിച്ച വാക്യം എനിക്ക് ഇന്ന് 31 ആയതുകൊണ്ട് സദൃശവാക്യം 31 വായിച്ചു. അപ്പോൾ അത് നമ്മൾ പണ്ടൊരു അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, സദൃശവാക്യങ്ങൾ എഴുതിയിരിക്കും നമുക്ക് ഓരോ മാസം ഓരോ ദിവസം വായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇപ്പോൾ 30 ദിവസമുള്ളപ്പോഴോ 28 ദിവസമുള്ളപ്പോഴോ അല്ലെങ്കിൽ 29 ദിവസമുള്ളപ്പോഴോ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് പറയുമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കാമെന്നുണ്ടെങ്കിൽ 31 ദിവസമുള്ള മാസങ്ങളുണ്ടല്ലോ. ഇപ്പം തന്നെ ജൂലൈ, ഓഗസ്റ്റ്, ഒരു വർഷം 31 അടുത്ത് വരുന്ന 2 മാസങ്ങളേ ഉള്ളൂ. അതിലൊരു മാസം കഴിയാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വാക്യം 31-ൻ്റെ 8 അതിൻ്റെ വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വേണമെങ്കിൽ വാക്യം ഇത് വീഡിയോ ഇട്ടതിന് ശേഷം അതിനകത്ത് ഇടാം. കറക്റ്റ് വാക്യമായിട്ട് പറയേണ്ടതുണ്ട്. ഞാൻ കറക്റ്റ് വാക്യമായിട്ടല്ല, അതിൻ്റെ അർത്ഥം പറയാം. അതായത് ഊമനായിട്ടുള്ളവർക്ക്, അതായത് മിണ്ടാൻ കഴിയാത്തവർക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തുക. അതായത് ഗതികെട്ട് ഉള്ളവർക്ക് വേണ്ടി നമ്മൾ സഹായങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ ഒരു വാക്യമാണ്. ഈ 31-ൽ പലതും പറയുന്ന പല കാര്യങ്ങളും ഉണ്ട്. അത് സദൃശവാക്യങ്ങൾ പൊതുവെ പറയുന്ന പോലെ പല കാര്യങ്ങളും പറഞ്ഞ് ചേർത്താണ്. അതിനകത്ത് വീഞ്ഞ് കലഹക്കാരനാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ ഒരു കുടുംബത്തിലെ സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. പുരുഷനെ പറ്റിയൊന്നും പറയുന്നില്ലെങ്കിലും അത് വേറെ വാക്യങ്ങൾ വരുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു വാക്യം എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലോക സാഹചര്യങ്ങളിൽ ഇത് വളരെയധികം ആപ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ അവനോനിസം എന്ന് പറയും അല്ലേ? അതായത് നമ്മുടെ കാര്യം നോക്കുക. ഏറ്റവും ബേസിക്കായിട്ട് നമ്മുടെ വീട്ടുകാർ നമ്മളോട് പറയും, ആദ്യം നീ നിൻ്റെ കാര്യം നോക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിലോട്ട് ഇടപെടാം. പക്ഷേ നമ്മൾ ബാക്കിയുള്ളവരുടെ എല്ലാം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സമയം കിട്ടുമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നിരിക്കാം. അപ്പോൾ അതിൽ ഒരു പരിധിവരെ നമ്മുടെ എന്നിലേക്ക് തിരിഞ്ഞ്, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണം, എൻ്റെ കാര്യം നടക്കണം, എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് നല്ല കാറ് വേണം, വീട് വേണം, ആഗ്രഹങ്ങളൊന്നും തെറ്റല്ല. പക്ഷേ അതേസമയം അർഹതപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആളില്ലാത്തവരുടെ ശബ്ദം. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി ഒത്തിരി മോശമായിട്ടൊക്കെ പറയുമെങ്കിലും, കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയ അച്യുതാനന്ദൻ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച 2 വർഷം മരണപ്പെട്ടിട്ട് 2 വർഷമായി ഉമ്മൻചാണ്ടി, ഇതുപോലെയുള്ള ആളുകളുടെ ഒരു ജീവിത രീതി അവരെല്ലാവരും 100% പെർഫെക്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഒരു ബഹുഭൂരിപക്ഷം സമയം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ചിന്തകളും തത്വങ്ങളും എന്ന് പറയുന്നത് സംസാരിക്കാൻ കഴിയാത്തവരുടെ ശബ്ദമായിരുന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യമാണ് അല്ലേ? അപ്പം ഈ ഊമർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുണ്ട്? നമുക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവമുണ്ട്. ഈ ലോകത്ത് കഷ്ടത അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇത് ഈ സാഹചര്യത്തിൽ ഇത് ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ രാഷ്ട്രീയത്തെയോ സ്വാധീനിച്ച് പറയുകയല്ല. ഈ ഒരു അവസരത്തിൽ പലതും നമ്മൾ വായിക്കുന്ന ചില വളരെ ദുഃഖകരമായ കാര്യങ്ങൾ, ചാരിറ്റിയൊക്കെ ചെയ്യുകയും നല്ല രീതിയിൽ എഡ്യൂക്കേഷനൊക്കെ ചെയ്യുന്ന ആളുകളെ പല സ്ഥലങ്ങളിലും അതിക്രൂരമായി പീഡിപ്പിക്കുകയും ദണ്ഡനങ്ങളിൽ കൂടെ കടത്തിവിടുകയും ചെയ്യുന്നു. അത് പരീക്ഷണങ്ങളാണ്. അത് ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക. ഇപ്പം നമുക്ക് അവിടെ പോയിട്ട് നേരിട്ട് പറയുമ്പോൾ നമ്മളെ കൂടെ തല്ലിക്കൊല്ലും അല്ലേ? പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് വേറെ എന്തെങ്കിലും സഹായങ്ങളോ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഉദാഹരണം പറഞ്ഞ് ഞാനൊരു സംഘടനയിൽ എൻ്റെ മാതാപിതാക്കളായിട്ട് കയറി 40 വർഷത്തിന് മേലായിട്ട് ആ സംഘടനയിൽ പ്രവർത്തിക്കുകയാണ്. വൈസ്മെൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ഏകദേശം 70ഓളം രാജ്യങ്ങളിൽ അതിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടെന്നാണ്. ഏകദേശം 50,000-ൽ പരം കുടുംബങ്ങൾ, അത് പറയുമ്പോഴത്തേക്ക് ഏകദേശം 2 ലക്ഷത്തിൽ പരം അംഗങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതിലും കൂടുതലായിരിക്കാമാണ് കറക്റ്റ് ഫിഗർ, എനിക്കറിയില്ല. അപ്പം ഇത് ഞാൻ എന്താ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, അവരുടെ ഒരു മോട്ടോ ഉണ്ട്. 100-ൽ പരം വർഷം ആയ ഒരു സംഘടനയാണ്. അതിൽ പ്രവർത്തിക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ്. അതിൽ കൂടെ നമ്മളിതുപോലെ ക്യാൻസർ പേഷ്യൻസ്, അല്ലെങ്കിൽ പ്രായമുള്ളവർ, അനാഥരായിട്ടുള്ളവർ, പിന്നെ അഗതി മന്ദിരങ്ങൾ, പിള്ളേർ, പിന്നെ അനാഥ മന്ദിരങ്ങൾ, അങ്ങനെയുള്ള പല രീതിയിലുള്ള സപ്പോർട്ട്, കിഡ്നി, അങ്ങനെ ഓരോ വർഷം ഓരോ പ്രോജക്റ്റാണ്. ഈ വർഷം കെയർ ദ ഏജ്ഡാണ്, പ്രായമുള്ളവരെ കരുതുക എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു മോട്ടോ എടുത്തു കഴിഞ്ഞാൽ,
ടു അക്നോളജ് ദ ഡ്യൂട്ടി ദാറ്റ് അക്കമ്പനീസ് എവരി റൈറ്റ്. അതായത് നമ്മുടെ അവകാശങ്ങൾ നേടുന്നതോടൊപ്പം നമ്മൾ അധിഷ്ഠിതമായ കർത്തവ്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അത് പലരും ഇതിനകത്ത് ഈ സംഘടനകളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാൻ നോക്കുമ്പോൾ ചോദിക്കും എനിക്കെന്ത് കിട്ടും. പലരും ചോദിക്കുന്നത് എനിക്കെന്ത് കിട്ടും. പക്ഷേ എനിക്കെന്ത് കൊടുക്കാൻ കഴിയും, അതാണ് ഈ വാക്യവും പറയുന്നത്. സദൃശവാക്യങ്ങൾ 31:8, അതായത് Proverbs 31:8 ടോക്സ് ദ സെയിം തിങ്. ഗീവ് ടു ദ അണ്ടർ പ്രിവിലേജ് ഓർ ഡിപ്രൈവ്ഡ് ഓർ ദ നീഡി ഓർ ദ സാഡ്. അവർക്കാണ് അതിൻ്റെ ആവശ്യം, അവർക്ക് തിരിച്ചു തരാനൊന്നുമില്ല. ഞാൻ എൻ്റെ പണ്ടൊരു കാര്യം പറയാം. ഒരു മകൾക്ക് ക്യാൻസർ വന്ന ഒരു സ്ത്രീ, മകൾക്ക് ക്യാൻസർ, അവരൊരു ചെറിയ പെട്ടിക്കട നടത്തിയിരുന്നവരാണ് കഴക്കൂട്ടത്തിനടുത്ത്. അപ്പോൾ ഈ മകൾക്ക് ക്യാൻസർ വന്ന് ഈ മകളെ കൊണ്ടുപോകാനായിട്ട്, കാര്യം ഭർത്താവ് ബെഡ് റെഡാണ്, അപ്പോൾ മകളെ ആശുപത്രി കൊണ്ടുപോകേണ്ടിയുണ്ട്, ഈ പെട്ടിക്കട അടച്ചിടേണ്ടിയായിട്ട് വന്നു. അപ്പം വരുമാനമേ ഇല്ല. അപ്പം നമ്മൾ കുറേ സഹായിച്ചു. പിന്നെ അവർ വിളിച്ചിട്ട് സാറേ എന്തെങ്കിലും സഹായം. അപ്പം ഞാൻ പറഞ്ഞു മാഡം ഇത് ഞങ്ങൾ കുറേ സഹായിച്ചാണ്, ഇനിയും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഫണ്ടില്ല. സാറേ ഒരു 1/4 കിലോ തേയിലപ്പൊടിയായാലും മതി, ഞങ്ങൾ ചായ കുടിച്ചിട്ട് തന്നെ മാസം ഒന്നാവുന്നു. മോൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്നുണ്ട്, പഴവർഗ്ഗങ്ങളൊക്കെ കൊടുക്കണം, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിർവാഹമില്ല, എന്തെങ്കിലും പഴമോ പേരയ്ക്കോ എന്തെങ്കിലും മേടിച്ച് സാറിന് പറ്റുന്നത്. അപ്പം ഞാനിത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ ടീമിലെ ഒരു കുട്ടി കേട്ടിട്ട് എന്താ റജി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് കേസ്. അയ്യോ നമുക്ക്, അപ്പോൾ ആ കുട്ടി വൈസ് മെനിലും ഒന്നും ഉള്ളതല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ കൊച്ച് അതൊരു നന്മ മരമാണ്. ആ കൊച്ച് പെട്ടെന്ന് അടുത്തുള്ള ഇത് ആലോചിക്കുമ്പോൾ എനിക്ക് അത്രയും ഉള്ളിത്തട്ടിയാണ് ഞാൻ പറയുന്നത്. അടുത്തുള്ള പിള്ളേരോടെല്ലാം പറഞ്ഞ് എല്ലാവരും ഒരു 10-15 പേര് ഒരു 100 രൂപ 50 രൂപയൊക്കെ വെച്ചിട്ട് പെട്ടെന്നൊരു കുറച്ച് പേരായിട്ട് ഒരു 10,000-3000 രൂപ അടുപ്പിച്ച് ഒപ്പിച്ചിട്ട് ഈ പിള്ളേർ തന്നെ പോയി എവിടെയോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറേ അരിയും കുറേ ആപ്പിളും പിന്നെ പഞ്ചസാരയും ഉപ്പും അവർക്ക് കണ്ണി കണ്ട എല്ലാം കൂടെ 3000 രൂപയ്ക്ക് ഒരു സാധനം, ഒരു ചാക്കടുപ്പിച്ച് സാധനം കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞ് റജി വിളിക്കുക, ആൻറ്റിയെ വിളിക്കുക, നമുക്ക് കൊടുക്കാം. അങ്ങനെ അവർ ടെക്നോ പാർക്കിൻ്റെ അവിടെ വന്നു. അവർ ഇത് മേടിക്കുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയും നമ്മൾ നന്മ മരങ്ങളാകണം. അർഹതപ്പെട്ടവർക്ക് കൊടുക്കാം. അവരുടെ തെറ്റല്ലല്ലോ അവർക്ക് കയ്യിൽ പൈസ ഇല്ലാതായിപ്പോയി. അവരുടെ മകൾക്ക് അസുഖം വന്നത് അവരുടെ കുഴപ്പമാണോ? ചിലരങ്ങനെയൊക്കെ പറയും അല്ലേ, ദൈവത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട് നിനക്കിത് വന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്താ ഒന്നും വരുന്നില്ലേ? ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം, അസുഖങ്ങളുമൊക്കെ കൂടെ പിറപ്പാണ്. ഭർത്താവ് ബെഡ് റിഡൻ, ആ ഉള്ള ഏക ആശ്രയമായ കട തുറക്കാൻ പറ്റുന്നില്ല. ആലോചിച്ച് നോക്കണം. എന്തോരം ഞങ്ങളൊരിക്കൽ അവരുടെ വീട്ടിൽ പോയി, വീട് ചോർന്നൊലിക്കുന്ന ഒരു വീട്. അപ്പം ഇങ്ങനെ പല പ്രയാസങ്ങളിൽ കൂടെ പോകുന്നവരെ സഹായിക്കുക, അർഹതപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത്. അതിന് സർവേശ്വരൻ നിങ്ങളെയും എന്നെയും നമ്മുടെ എല്ലാ കുടുംബക്കാരെയും അതിനുള്ള കഴിവും മനസ്സും ആരോഗ്യവും തരട്ടെ. സർവേശ്വരൻ നിങ്ങളെ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ. ടേക്ക് കെയർ.